ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കില്ലേ? ഞാനൊരു ഒരാഴ്ചത്തെ ബാക്ക് ടു ബാക്ക് ഷിഫ്റ്റിന് ശേഷം ഒരു 4 ദിവസം കണ്ടിന്യൂസ് ഓഫ് എടുത്തേക്കുവാണ്. ആ ഓഫ് ഒന്ന് അടിച്ചു പൊളിക്കാനായിട്ട് ഞാനും ആശയും കൂടെ ഒരു സ്ഥലം വരെ പോകാമെന്ന് വിചാരിച്ചു. നമ്മളെപ്പോലുള്ളവർക്ക് ആഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്നത് ഫുഡാണല്ലേ. അപ്പം ഞങ്ങൾ നേരെ ഇന്ന് അമ്മാമസിലേക്കാണ് വെച്ച് പിടിച്ചേക്കുന്നത്. വീട്ടിൽ നിന്ന് കുറച്ചധികം ദൂരം ഉള്ളതുകൊണ്ട് ഇവിടെ അങ്ങനെ എപ്പോഴും വരാറില്ല. പക്ഷെ എനിക്ക് എപ്പോഴും ഒരു ഫേവറേറ്റ് സ്പോട്ട് തന്നെയാണ് അമ്മാമസ്. ഇപ്പോൾ കുറച്ചധികം ദിവസമായിട്ട് കുറച്ച് ഓഫേഴ്സൊക്കെ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ കാണാറുണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും ഇവിടെ വന്ന് കഴിച്ചിട്ട് തന്നെ ബാക്കി കാര്യം എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഓർഡറൊക്കെ കൊടുത്തു, നമ്മുടെ സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തതിന് ശേഷം ഏകദേശം 15 മിനിറ്റ് മാക്സിമം എടുത്തിട്ടുള്ളൂ. അതിനുള്ളിൽ നമുക്ക് എല്ലാവരും കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡ് വന്ന സ്ഥിതിക്ക് വെറുതെ കഥ പറഞ്ഞിരിക്കാണ്ട് നമുക്ക് കഴിച്ചു നോക്കാം അല്ലേ. ഞാൻ ഇവിടുത്തെ ബിരിയാണി കഴിക്കാനായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഏതൊരു മലയാളിയും ഒരു ഹോട്ടലിൽ ഉച്ചയ്ക്ക് കയറി ചെന്നാൽ ആദ്യം എന്തോ ഓർഡർ ചെയ്യും? ഓഫ് കോഴ്സ് ബിരിയാണി തന്നെ ഓർഡർ ചെയ്യും. ഞാനും അങ്ങനെ ഒരാൾ തന്നെയാണ്. അവിടെ ബിരിയാണി കണ്ടപ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും ഒന്ന് ഓർഡർ ചെയ്ത് നോക്കാമെന്ന്. ആ ഒരു ചെറിയ അരിയിലെ ബിരിയാണി കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സ് അപ്പോഴേ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു സ്മെല്ലും എനിക്ക് ഉറപ്പായിരുന്നു ഇത് നല്ല കിടിലൻ ബിരിയാണിയാണ്. അതുപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിങ് ആയിരുന്നു കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഡിഷ് ആഷയാണ് ടേസ്റ്റ് ചെയ്തത്. ഇടിയപ്പവും ബീഫ് കറി ആയിരുന്നു. അത് നല്ല തേങ്ങ അരച്ച ബീഫ് കറി സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഈ ദോശ, ഞാൻ ഈ ഒരു ദോശയുടെ വലിയ ഫാനാണ്. ഇതിന് മുമ്പ് വന്നപ്പോഴും ഞാൻ മീൻകറിയും ദോശയും കഴിച്ചിട്ടുണ്ട്. ഇത് നല്ല നെയ്യൊക്കെ ഇട്ടാണ് അവരുണ്ടാക്കുന്നത്. ഭയങ്കര ടേസ്റ്റാണ് ഈ ദോശയും മീൻകറിയും. എൻ്റെ എപ്പോഴത്തെയും ഒരു ഫേവറേറ്റ് ഐറ്റമാണ്. പിന്നെ ഇവിടുന്ന് ഇതുവരെ കഴിക്കാത്തൊരു സാധനം ഞാൻ ഇത്തവണ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല, ഒരു സിംഗിൾ ഓംലെറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓംലെറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അച്ഛൻ്റെ ഹോട്ടലായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഒരു കല്ലിൽ ഒഴിച്ചുണ്ടാക്കുന്ന ഒരു ഓംലെറ്റിൻ്റെ വലിയൊരു ഫാനാണ് ഞാൻ. എനിക്ക് ശരിക്കും അച്ഛൻ്റെ കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആശയോട് അത് പറയുമായിരുന്നു, ഇവിടെ അച്ഛൻ്റെ കടയിലത്തെ പോലെ തന്നെ ഉണ്ടെന്ന്. അത് അടിപൊളിയായിരുന്നു കേട്ടോ. ഇനി കൂടുതൽ വർത്താനമൊന്നുമില്ല. ഫുഡ് കഴിക്കുക, കഴിച്ചുകൊണ്ടിരിക്കുക, വന്നതൊക്കെ തീർക്കുക, അത്ര തന്നെ. ഈ പ്ലേറ്റ് കണ്ടാൽ അറിയില്ല ഞങ്ങൾ എത്രത്തോളം ഹാപ്പി ആയിരുന്നു എന്ന്. വയർ നിറച്ച് ഫുഡ് കഴിച്ചാൽ എന്തെങ്കിലും ഡ്രിങ്ക്സ് കുടിക്കണം. ആഷ ഇവിടെ സോഡാലയും കുടിക്കുന്നുണ്ട്. ഞാനൊരു ലൈം ടീ ആണ് കുടിക്കുന്നത്. എനിക്ക് ലൈം ടീ ഭയങ്കര ഇഷ്ടമാണ്. സോ അതുകൊണ്ട് ഞാൻ അതാണ് കുടിക്കുന്നത്. പിന്നെ ഒരു ബിരിയാണി കഴിച്ചതിനൊരു സുലൈമാനി അത് നിർബന്ധമാണല്ലോ. സത്യം പറയാലോ ഗൈസ്, എൻ്റെ മനസ്സും വയറും ഒരുപോലെ നിറഞ്ഞു. ഞാൻ കൊടുത്ത പൈസക്ക് വെർത്തായിട്ടുള്ള സാധനം ഞാൻ കഴിച്ചു എന്നൊരു ഫീൽ എനിക്കുണ്ടായത് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചപ്പോഴാണ്. നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്യണം അമ്മാമസ്. അപ്പോൾ അത്തോളൂ, അടുത്ത വീഡിയോയിൽ കാണാം.